മികച്ച നടൻ മമ്മൂട്ടിയല്ല. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. മികച്ച നടൻ മമ്മൂട്ടിയല്ല, ചാത്തൻ തീരാത്ത അഭിനയജാലം. മമ്മൂട്ടിയെക്കുറിച്ച് നമുക്ക് ഇത്തരത്തിൽ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതല്ല. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ അദ്ദേഹം ഉണ്ടാക്കിയ വലിയ ഓളം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അതും ഈ പ്രായത്തിലാണ് അദ്ദേഹം നായകനായി അഭിനയിക്കുന്നതെന്ന് കൂടി ഓർക്കണം. 75 വയസ്സോട് അടുത്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. മമ്മൂട്ടി ഒരേ സമയം ഏറ്റവും മികച്ച നടനും ചിലപ്പോഴൊക്കെ മോശം നടനുമാണ്. എങ്ങനെയാണെന്നല്ലേ, അതൊന്നും നമുക്ക് നോക്കാം. ചോദിക്കാറുണ്ട് ചിലർ, മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ടാണോ ഇത് എഴുതിയതെന്ന്. അല്ല, മമ്മൂട്ടിയെ ഉദ്ദേശിച്ചിട്ട് ഒന്നും എഴുതാറില്ല. പക്ഷെ എഴുതി കഴിയുമ്പോൾ തോന്നും ഇത് മമ്മൂട്ടി ചെയ്താൽ കൊള്ളാം. എഴുതി കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിന് എൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ട്, രൂപഘടനയുണ്ട്, ആകൃതി, പ്രകൃതി, സംസാരം, ചലനം, ശരീരഭാഷ തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഒരിക്കൽ മമ്മൂട്ടിയെ മുന്നിലിരുത്തി അയാളുടെ MT വാസുദേവൻ നായർ എന്ന കൃതഹസ്ഥനായ മലയാളത്തിന്റെ സ്വന്തം MT പറഞ്ഞ വാക്കുകളാണിത്. കഥാപാത്രത്തിന്റെ ആകൃതിയിലും പ്രകൃതിയിലും മമ്മൂട്ടി എന്ന നടൻ ഔട്ട്ഡേറ്റഡ് ആകാതെ തുടരുന്നത് അതുകൊണ്ടൊക്കെ കൊണ്ട് ആണ്. മമ്മൂട്ടി ഒരേ സമയം ഏറ്റവും മികച്ച നടനും ചിലപ്പോഴൊക്കെ മോശം നടനുമാണ്. കാമ്പില്ലാത്ത കഥാപാത്രങ്ങളെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിക്കുന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാം. കാമ്പുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും നൂൽപാലത്തൂടെ പോകുന്ന മമ്മൂട്ടിയെയും നമുക്ക് കാണാൻ സാധിക്കും. കേവലം പെർഫോമർ ആയിരിക്കാൻ മമ്മൂട്ടി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ചപ്പോഴെല്ലാം മമ്മൂട്ടിയിലെ നടൻ അപ്രസക്തമായി പോയിട്ടുമുണ്ട്. പെർഫോമർക്ക് ആവർത്തിക്കപ്പെടാനുള്ള ലൈസൻസ് ഉണ്ട്, എന്നാൽ ഒരു നടന് അതില്ല. സ്വന്തം ശരീരഭാഷയും പേറി നിങ്ങൾക്ക് നടനാകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പരിധിവരെ പെർഫോമർ ആകാൻ നമുക്ക് സാധിച്ചേക്കാം. ഇത് തിരിച്ചറിഞ്ഞതാണ് മമ്മൂട്ടിയുടെ വിജയം. മമ്മൂട്ടി തന്നിലെ നടനെ പുതുക്കിയെടുത്തതും അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടിയിലെ താരത്തിന്റെ വിൻറ്റേജ് കാണാൻ കൊതിക്കുന്ന കടുത്ത മമ്മൂട്ടി രസികർ പോലും അയാളിലെ നടനിലെ വിൻറ്റേജിനെ കുറിച്ച് ഉൾപ്പുളകങ്ങളൊന്നും തന്നെ കൊള്ളാത്തത്. മറ്റു താരങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള മമ്മൂട്ടിയെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കറിയാം നടൻ മമ്മൂട്ടി സിനിമയിലെ അവസാന ശ്വാസം വരെയും ഞെട്ടിക്കുമെന്ന്. മമ്മൂട്ടിയിലെ ഫ്ലെക്സിബിലിറ്റി അതിശയിപ്പിക്കുന്നതാണ്. ഒരു നടനിലെ ഫ്ലെക്സിബിലിറ്റി അഥവാ അനായാസത കഥാപാത്രത്തിൽ നിന്ന് കഥാപാത്രത്തിലേക്കുള്ള അഡാപ്റ്റബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ലോഹിതദാസ് ഒരിക്കൽ പറഞ്ഞത് മലയാളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിളായ നടൻ മമ്മൂട്ടിയാണെന്ന്. ശരീരം എളുപ്പത്തിൽ ചലിപ്പിക്കുന്നതോ ഡാൻസ് ചെയ്യുന്നതോ അല്ല ഫ്ലെക്സിബിലിറ്റി. അഭിനയത്തിലെ അനായാസത എന്ന് പറഞ്ഞാൽ അതൊരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തനമാണ്, പരകായ പ്രവേശനമാണ്. ഈ വാക്കുകൾ അളന്നും മുറിച്ചും പറയുന്ന പരുക്കക്കാരനായ ലോഹിയിൽ നിന്നാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ലോഹിതദാസ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂട്ടിക്ക് കൊടുത്ത വലിയൊരു അവാർഡായിരുന്നു അത്. എന്നാൽ നമ്മളെല്ലാം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിയെന്ന് മാത്രം. ബ്രഹ്മയുഗത്തിലെ പോറ്റിയും ചാത്തനുമായി മനക്കിലേക്ക് കയറുമ്പോൾ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയെ മാത്രം പഠിക്കൽ നിർത്തിയാൽ പോരാ, മറിച്ച് വിധേയനിലെ ഭാസ്കര പട്ടേലരെ, അതുപോലെ തന്നെ പാലേരി മാണിക്യത്തിലെ മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജിയെ, അങ്ങനെ തുടരുന്ന അദ്ദേഹം ചെയ്തു വെച്ച മികച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ വലിച്ചെറിയണം. അങ്ങനെയേ അദ്ദേഹത്തിന് പുതിയൊരു കഥാപാത്രമായി മാറാൻ സാധിക്കൂ. ശക്തനായ ദൈവത്തോട് പോരടിക്കണമെങ്കിൽ അതിശക്തനായ സാത്താനാകണം. കൊടുമൺ പോറ്റി അങ്ങനെയാണ്. അയാൾക്ക് എപ്പോഴും ചോരയുടെ നിറമാണ്, ഗന്ധമാണ്. മുൻ വില്ലൻ വേഷങ്ങളുടെ ആവർത്തനം കൊടുമൺ പോറ്റിയിലൂടെ ചിരിയിൽ പോലും ഉണ്ടാകരുതെന്ന് അയാൾക്ക് വലിയൊരു ശാഠ്യമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. 400-ൽ അധികം സിനിമകളിൽ അഭിനയിച്ച മഹാനടൻ അതിനായി ഏറെ വിയർപ്പൊഴുക്കിയിട്ടുമുണ്ട്. ഓരോ സിനിമകൾ കഴിയുന്തോറും സ്വയം പുതുക്കാൻ കാണിക്കുന്ന മമ്മൂട്ടിയിലെ നടന് ഈ സംസ്ഥാന പുരസ്കാരം മറ്റാരേക്കാളും അർഹതപ്പെട്ടതാകാൻ കാരണവും അതാണ്. ഇപ്പോഴിതാ അതേ കൊടുമൺ പോറ്റിയിലൂടെ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും നേടിയെടുത്തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അധികാരത്തിന് മത്തുപിടിച്ച കുപ്രസിദ്ധനായ കൊടുമൺ പോറ്റിക്ക് വേണ്ടി തന്റെ താരശരീരത്തിലെ ആടയാഭരണങ്ങൾ ഓരോന്നും അഴിച്ചു വയ്ക്കുവാൻ അദ്ദേഹത്തിന് യാതൊരുവിധ മടിയുമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം വളരെയേറെ പുതുമയുള്ളതായിരുന്നു, ഏറെ ഗാംഭീര്യമുള്ളതായിരുന്നു. ചിരിയിലും സംസാരത്തിലും നോട്ടത്തിലും ശരീരഭാഷയിലും മമ്മൂട്ടിയെ കാണാത്ത വിധം കൊടുമൺ പോറ്റിയിലേക്കുള്ള വേറിട്ട ഒരു പരകായ പ്രവേശം പ്രേക്ഷകർ അത്ഭുതത്തോടെ ആ സിനിമ കാണുമ്പോൾ സ്ക്രീനിൽ നോക്കിയിരുന്നു പോയി.
മമ്മൂട്ടി ആന്റഗണിസ്റ്റ് വേഷത്തിലെത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചില പേരുകളൊക്കെയാണെന്ന് എനിക്ക് കരുതാം. അതിതൊക്കെയല്ലേ ഭാസ്കര പട്ടേലർ, അഹമ്മദ് ഹാജി, മുന്നറിയിപ്പിലെ രാഘവൻ, പുഴുവിലെ കുട്ടൻ. അങ്ങനെ നീളുകയാണ് ആവേശം കൊള്ളിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വലിയ പട്ടിക. എന്നാൽ കൊടുമൺ പോറ്റിയിലേക്ക് എത്തുമ്പോൾ മേലിൽ പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെയും ആവർത്തനം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കില്ല. അതാണ് ഫ്ലെക്സിബിലിറ്റിയുള്ള നടൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നടൻ മുരളി പറഞ്ഞതുപോലെ അഭിനയത്തിൽ ആവർത്തനമില്ലാത്തവൻ ആരോ അയാൾ നല്ല നടനാണ്. എങ്കിൽ മമ്മൂട്ടി അതിൽ രാക്ഷസ നടികർ തന്നെയാണ്. താൻ മുമ്പ് ചെയ്തു വെച്ച പ്രതിനായക വേഷങ്ങളുടെ ഒരു മാനറിസവും കൊടുമൺ പോറ്റിയിൽ ഉണ്ടാകരുതെന്ന് അയാൾക്ക് ശാഠ്യമുണ്ടായിരുന്നു. ബ്രഹ്മയുഗത്തിന്റെ പ്രചരണ പരിപാടികളോട് അനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനങ്ങളിൽ ഒന്നും തന്നെ മമ്മൂട്ടിയെക്കുറിച്ച് അത്ര പഠനങ്ങളൊന്നും നടത്താത്ത ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുമുണ്ട്. ഭീഷ്മപർവത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഇരിക്കുന്നത് പോലെയാണല്ലോ ബ്രഹ്മയുഗത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ഇരിക്കുന്നതെന്ന്. രണ്ടും ഒരേ ഇരിപ്പ് തന്നെയാണോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ മമ്മൂട്ടിയുടെ തിരിച്ചുള്ള ഒരു ചോദ്യം ഒന്നുകൂടെ കനത്തിൽ ഉറപ്പാണോ എന്ന് മാധ്യമ പ്രവർത്തകനോട് ഇരുത്തി ചോദിക്കുന്നുമുണ്ട് അദ്ദേഹം. എന്നാൽ അന്ന് അതിന്റെ ഉള്ളർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചില്ല, ചിത്രം തിയേറ്ററിൽ വരുന്നതുവരെ. അതിനുശേഷം രണ്ട് പോസ്റ്ററുകളിലെയും ഇരിപ്പ് കൈവച്ചിരിക്കുന്നതടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ മമ്മൂട്ടി കാണിച്ചു കൊടുക്കുന്നു. ഇരിക്കുന്നത് കസേരയിൽ ആണെന്നത് ഒഴിച്ചാൽ ആ ഇരിപ്പിൽ മറ്റ് സാമ്യതകളൊന്നും ഇല്ലെന്ന് മമ്മൂട്ടി കൂടുതൽ വ്യക്തമാക്കി കൊടുത്തു. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ആ വാക്കുകളിൽ ഒരു ദൈന്യതയുണ്ട്. അരനൂറ്റാണ്ടോളമായി സിനിമ ചെയ്തിട്ടും കഥാപാത്രങ്ങൾ ശരീരഭാഷ കൊണ്ടുപോലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ കഷ്ടപ്പെടുന്നവനെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് തളർത്തരുത് എന്ന് അപേക്ഷിക്കുന്നൊരു വിധം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ ഇരിപ്പുകൾ നോക്കുക. ഒന്നിൽ തനിക്ക് ചുറ്റിലുമുള്ള മനുഷ്യരുടെ സംരക്ഷകനായി ജാഗ്രതയോടെ ഇരിക്കുന്ന മൈക്കിളപ്പയെ നമുക്ക് കാണാം. മറ്റേ ഇരിപ്പിൽ അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുന്ന കണ്ണിൽ കുടിലതയുള്ള പോറ്റിയെ അല്ലെങ്കിൽ ചാത്തനെ നമുക്ക് അവിടെ കാണാം. എല്ലാവരും പറയുന്നുണ്ട് മമ്മൂട്ടി മത്സരിക്കുന്നത് യുവനടന്മാരോടാണെന്ന്. അതല്ലേ വാസ്തവം? എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. യഥാർത്ഥത്തിൽ മമ്മൂട്ടി മത്സരിക്കുന്നത് മമ്മൂട്ടിയോട് തന്നെയല്ലേ. തന്നിലെ നടൻ ആവർത്തിക്കപ്പെടാതിരിക്കാൻ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളോട് മല്ലയുദ്ധം നടത്തുകയാണ് നമ്മുടെ മമ്മൂക്ക. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഒരു വടക്കൻ വീരഗാഥ ഇന്ന് ചെയ്യുകയാണെങ്കിൽ അഭിനയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചു പറയുന്ന മമ്മൂട്ടിയോടല്ലാതെ മറ്റോരോടാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ കഥാപാത്രത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിതെന്ന്. സ്വയം പുതുക്കി ആവർത്തനങ്ങൾക്ക് സുചിയിട നൽകാതെ മമ്മൂട്ടി സിറந்த നടികർ ആയി വാഴുന്നത് ഇങ്ങനെയൊക്കെയാണ്. വഴിയിൽ ഇട്ടേച്ചും പോകില്ലെങ്കിൽ ഞാൻ ഇനിയും പരീക്ഷണങ്ങൾ ചെയ്യാമെന്ന് മമ്മൂട്ടി പ്രേക്ഷകർക്ക് വാഗ്ദാനം നൽകിയിട്ടുമുണ്ട്. ആ വാക്ക് പൊന്നാകട്ടെ. മഹാനടന്റെ അഭിനയത്തോടുള്ള ഭ്രമം തുടരട്ടെ. മമ്മൂട്ടിക്ക് മികച്ച നടന്, മലയാളത്തിന്റെ മഹാനടനെ ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് മീ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.